ഇറാൻ വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കെ ഇറാന് സഹായവുമായി ചൈന വന്നിരിക്കുന്നു എന്ന് കേൾക്കുന്നു. കാരണം അമേരിക്കയുടെ കപ്പൽപ്പട 3 വിമാനവാഹിനികളും അതിൻ്റെ പരിവാരങ്ങളും കൂടെ വന്ന് കടൽ നിറഞ്ഞിരിക്കുകയാണ്. ട്രംപിൻ്റെ ഒരു ഉത്തരവ് കിട്ടിയാൽ അമേരിക്കൻ സേനയുടെ പ്രഹരം ഇറാനിലേക്കുണ്ടാവും. അതിനെ മറികടക്കാൻ ചൈന ആയുധങ്ങൾ ഇറക്കി കൊടുത്തു എന്നൊക്കെ പറയുന്നതിനകത്ത് വല്ല കാര്യമുണ്ടോ, സാധ്യതയുണ്ടോ? ഇത് ബ്രിട്ടനിലെ ടെലഗ്രാഫ് പത്രം ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3 ചൈനീസ് ഈ വിമാനങ്ങൾ, ചരക്ക് വിമാനങ്ങൾ, സാധാരണഗതിയിൽ ആയുധം കൊണ്ടുപോകാൻ തന്നെയുള്ള വിമാനങ്ങളാണ്, ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ. ഇപ്പോൾ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ബോയിങ് 747 ആണ് 3 എണ്ണം. ഇത് വെള്ളിയാഴ്ചയാണ് ആക്രമണം നടത്തിയത് ഇസ്രയേല്. ഇത് ശനി, ഞായർ, തിങ്കൾ 3 ദിവസങ്ങളിൽ ചൈനയിൽ നിന്ന് വിമാനങ്ങൾ ഇറാനിലേക്ക് പോയി ആയുധങ്ങളുമായിട്ട്. സാധാരണഗതിയിൽ ആയുധങ്ങളുമായിട്ട് പോകുന്ന വിമാനങ്ങൾ തന്നെ എന്നാണ് ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇസ്രയേലിൻ്റെ ആക്രമണം പിറ്റേന്ന് ഈ സന്നാഹം തുടങ്ങി ചൈന. ബോയിങ് ചരക്ക് വിമാനം 747 പറന്നു അടുത്ത ദിവസം. പിന്നത്തെ ദിവസം കോസ്റ്റൽ സിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ചൈനയിലെ തീരനഗരത്തിൽ നിന്ന്. തിങ്കളാഴ്ച 3ാമത്തെ വിമാനം ഷാങ്ഹായിൽ നിന്ന് ആണ് പറന്ന് ഇറാനിലേക്ക് പോയത്. 3 ബോയിങ് 747 ചരക്ക് വിമാനമാണ്. ഹെവി ഡ്യൂട്ടി ആയുധങ്ങൾ കൊണ്ടുപോകുന്ന ചരക്ക് വിമാനങ്ങളാണ് ഇന്നും ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. ഒരേ പാതയിലാണ് 3 വിമാനങ്ങളും പോയിരിക്കുന്നത്. വടക്കൻ ചൈനയിൽ നിന്ന് പടിഞ്ഞാറേക്കാണ് പോയിരിക്കുന്നത്. പടിഞ്ഞാറേക്ക് പോയിട്ട് കസാഖിസ്ഥാൻ, പിന്നെ തെക്ക് ഉസ്ബെക്കിസ്ഥാൻ, പിന്നെ തുർക്ക്മെനിസ്ഥാൻ. റഡാറിൽ നിന്ന്, പക്ഷെ ഇറാന്റെ അടുത്ത് വെച്ചിട്ട് വിമാനം റഡാറിൽ നിന്ന് പോയി. റഡാറിൽ കാണുന്നില്ല. അത് ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്താലൊക്കെ ഓഫ് ചെയ്താൽ അങ്ങനെ വരാം. അപ്പോൾ പക്ഷെ ഫ്ലൈറ്റിന്റെ പ്ലാനിലൊക്കെ ഈ ഫ്ലൈറ്റുകൾ പോകുന്നത് ലക്സംബർഗിലേക്ക് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പക്ഷേ യൂറോപ്പിൽ ഒരു സ്ഥലത്തും ഇത് ലാൻഡ് ചെയ്തിട്ടും ഇല്ല. അപ്പോൾ ചൈനയിൽ തന്നെ ഇറങ്ങിയിരിക്കുന്നു എന്ന്, ഇറാനിൽ തന്നെ ഇറങ്ങിയിരിക്കുന്നു ഉറപ്പിക്കും എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഇറാന്റെ എണ്ണ ധാരാളം വാങ്ങുന്ന ഒരു രാജ്യമാണ് ചൈന. ഒരു ദിവസം 20 ലക്ഷം ബാരൽ ചൈന വാങ്ങുന്നുണ്ട്. അപ്പോൾ ചൈനയുടെ താല്പര്യങ്ങളെ ഈ യുദ്ധം ബാധിക്കുമല്ലോ. അങ്ങനെ ബാധിക്കുന്നതിൽ ചൈനയ്ക്ക് വലിയ താല്പര്യം ഇല്ല. തുർക്ക്മെനിസ്ഥാൻ ഇറാൻ അതിർത്തിയിൽ നിന്നൊരെണ്ണം ടേക്ക് ഓഫ് ചെയ്തതായിട്ട്, തുർക്ക്മെനിസ്ഥാൻ ഇറാൻ അതിർത്തിയിൽ നിന്നൊരെണ്ണം ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അത് ലക്സംബർഗിലേക്ക് എന്നാണ് ഫ്ലൈറ്റ് ഡാറ്റയിൽ പറയുന്നത്. ലക്സംബർഗിൽ ഇതൊന്നും ചെന്നിട്ടുമില്ല. അപ്പോൾ അതാണ് ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്തതെന്ന് കരുതുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ചൈന ഒരു പണി ചെയ്തിരുന്നു ഇതുപോലെ. ലിബിയയ്ക്ക് കുറേ ഡ്രോണുകൾ കൊടുത്തു ചൈന. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ $1 ബില്യൺ UK, ടുണീസിയ, ഈജിപ്ത് എന്നിവിടങ്ങളുടെ ഷെൽ കമ്പനികൾ വഴി ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ച എണ്ണയ്ക്ക് ലിബിയയിൽ നിന്ന് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തതായിട്ടൊരു സംഭവമുണ്ട് ചൈന. അപ്പോൾ ചൈന ഇതുപോലത്തെ ധാരാളം ഈ അണ്ടർ ഹാൻഡ് ഡീലിങ്സ് നടത്തുന്നൊരു കള്ളക്കടത്ത് നടത്തിയിട്ട് മറ്റേ മലാക്ക സ്ട്രേറ്റിൽ കൂടിയൊക്കെ കൊണ്ടിരില്ലേ അവർക്ക് മറ്റേ സെമി കണ്ടക്ടർ, ചിപ്പ് തുടങ്ങിയ സംഗതികളൊക്കെ ഇല്ലെങ്കിൽ ഇവരിത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഒക്കെ വഴി ഉണ്ടാക്കിയെടുക്കും. ഇതിന് എവിടുന്നെങ്കിലും റോക്കറ്റോ മിസൈലോ എന്ത് സാധനമാണെങ്കിലും ഒരു മലാക്ക സ്ട്രേറ്റ് വഴിയൊക്കെ കള്ളക്കടത്ത് നടത്തി കൊണ്ടുവന്നിട്ട് അത് അഴിച്ചു നോക്കി ശരിയാക്കിയൊക്കെ തയ്യാറാക്കുന്ന ആളുകളാണ്. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ. ഇതിനിടയ്ക്ക് നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെയായി ഇറാനും ഒക്കെയായി പോയിട്ട് ദുരൂഹമായ ചില വിമാനയാത്രകൾ ഫ്ലൈറ്റ് റഡാർ 24 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഇന്നലെ വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് ഇറാൻ്റെ JJ-25A-340 നമ്പറിലുള്ള IGA രജിസ്ട്രേഷൻ എയർബസ് 340, 313 ഇറാനിൽ നിന്ന് പറന്ന് എങ്ങോട്ടോ പോയി. അത് വിമാനത്തിൻ്റെ നമ്പറെല്ലാം നോക്കുമ്പോൾ ഇറാൻ്റെ മിലിറ്ററി വിമാനമാണ്. അത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത്
എവിടെ നിന്ന് പുറപ്പെട്ടു എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് മാസ്ക് ചെയ്തിരിക്കുകയാണ്. വിമാനം പറന്നു പോകുന്നത് ഫ്ലൈറ്റ് റഡാറിൽ കാണാം. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്ക് അതിൻ്റെ കൺഫർമേഷൻ വന്നു, ഇറാൻ്റെ 3 വിമാനങ്ങൾ ഒമാനിൽ ഇറങ്ങി എന്ന് വന്നു. അപ്പോൾ പെട്ടെന്ന് ഇറാനിൽ നിന്നൊരു വിമാനം, മിലിറ്ററി വിമാനം പറന്നു പോകുമ്പോൾ ആളോർത്തു ഇത് ഒരു പക്ഷേ ഖമനയെ കൊണ്ടുപോകാൻ. അതിനു മുമ്പ് മറ്റൊരു വിമാനം, അപ്പോൾ ഇറാൻ്റെ മുകളിൽ കൂടെ വ്യോമപാത അടച്ചിരിക്കുകയാണ്, യുദ്ധം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മോസ്കോയിലേക്കും ഒക്കെ പോകുന്ന വിമാനങ്ങൾ ഇറാൻ്റെ ആകാശം ഒഴിവാക്കി. ഇറാനിൻ്റെ ആകാശത്തോട് ഇപ്പോൾ പറക്കുന്നത് ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വിമാനങ്ങളൊന്നും പോവാതെ ശൂന്യമായ ഇറാൻ്റെ ആകാശത്തുകൂടി ഒരു വിമാനം അടിയന്തരമായി മോസ്കോയ്ക്ക് പറക്കുന്നതായി കണ്ടു. അങ്ങനെ ദുരൂഹമായ, ഇറാൻ്റെ മുകളിൽ കൂടെ പറക്കണമെന്നുണ്ടെങ്കിൽ, മോസ്കോയ്ക്ക് പറക്കണമെങ്കിൽ ഇറാൻ്റെ വിമാനം തന്നെ ആയിരിക്കണം. അതിൻ്റെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട് ദുരൂഹമായ ചില വിമാനങ്ങൾ പറക്കുന്നു. ചിലത് ഒമാനിൽ പോയി 3 മിലിറ്ററി വിമാനം ഇറങ്ങി, അതെന്തിനാണെന്ന് അറിയില്ല. ഇപ്പോൾ ചൈനീസ് വിമാനങ്ങൾ 3 വന്ന് ഇറാനിൽ ഇറങ്ങി എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്താ തോന്നുന്നത്, മോസ്കോയ്ക്കൊരു വിമാനം പോയി, അതിലാരായിരിക്കാം? ഒമാനിലേക്ക് 3 മിലിറ്ററി വിമാനങ്ങൾ പോയത് എന്തിനായിരിക്കാം? എന്തെങ്കിലും ഒരു സാധ്യത സാറിൻ്റെ? അത് അല്ല, മറ്റേ വിമാനങ്ങൾ പോയതൊക്കെ ഒന്ന് ഈ പറഞ്ഞ പോലെ ആരോ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം, പ്രത്യേകിച്ച് മോസ്കോയ്ക്ക് പോയ കാര്യം. അതെ, മറ്റേത് മോസ്കോയ്ക്ക് പോകുമ്പോൾ ഇറാൻ്റെ ആകാശത്തിൽ ഒരൊറ്റ വിമാനം മാത്രമേ ഉള്ളൂ. മറ്റേത് ഈ നെഗോഷിയേഷന് വല്ല സ്കോപ്പും ഉണ്ടോ എന്ന് അന്വേഷിക്കാനൊക്കെയുള്ള പ്രശസ്തിക്കാനൊക്കെ പോയതായിരിക്കാം. അതായത് അമേരിക്കയോട് അഭ്യർത്ഥിക്കാനായിട്ട് 3 രാജ്യങ്ങളോട് പ്രശസ്തിക്കാൻ അഭ്യർത്ഥിച്ചതായിട്ട് ഒമാനിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന്, കാരണം ഇവിടെ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ ബോംബ് വീണാ തീർന്നില്ലേ, പ്രശസ്തിക്കാൻ പിന്നെ ചർച്ച ചെയ്യാനില്ലല്ലോ. മറ്റേ TV സ്റ്റേഷനിലെ സ്ത്രീയുടെ അവസ്ഥയിലല്ലേ പിന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒന്നാമത് ടെഹ്റാനിൽ നിന്നൊക്കെ ഒരുമാതിരി ആളുകളൊക്കെ പലായനം ചെയ്യാണ്. ട്രംപിന്റെ ആഹ്വാനം വന്നപ്പോൾ തന്നെ ആളുകൾ അവിടെ നിന്നൊക്കെ പോയി പല സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ടെഹ്റാനിലൊക്കെ ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ ഈ നെഗോഷിയേഷൻ ചർച്ചകൾ നടക്കുന്നുണ്ട്, പക്ഷെ അത് നടക്കില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അൺകണ്ടീഷണൽ സറണ്ടർ. ചൈനയിലേക്ക് വിമാനങ്ങളൊന്നും ഇറാനിൽ നിന്ന് പോയിട്ടില്ല. മോസ്കോയിലേക്ക് ഒരു വിമാനം പോയിട്ടുണ്ട്. അതെ, മോസ്കോയാണ് ഏറ്റവും കൃത്യമായ സ്ഥലം പോകാവുന്നത്. ഞാൻ ധരിച്ചിരുന്നത് വേണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നു, തൊട്ടടുത്താണ്. മുനീറിനെ ട്രംപ് കൈകാര്യം ചെയ്തു. അത് ചിലപ്പോൾ താവളം പോലും ആയിരിക്കും, തൊട്ടടുത്തല്ലേ, ബേസ് ആണ്, അടിക്കാൻ എളുപ്പം അവിടുന്നാണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇറാന് ടൺ കണക്കിന് ബാലിസ്റ്റിക് മിസൈൽ മെറ്റീരിയൽ, ആണവായുധം ഉണ്ടാക്കാൻ കൊടുക്കുന്ന രാജ്യം കൂടിയാണ് ചൈന. അവരുടെ ആണവ പദ്ധതികളിലും ഒക്കെ ഇവർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ലക്സംബർഗിലെ ഒരു കമ്പനി കാർഗോ ലക്സ്, അതിൻ്റെ പേരുകളും ഈ ലക്സംബർഗിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് വേണ്ടിയാണെന്നുണ്ടാവുമല്ലോ. അപ്പോൾ ലക്സംബർഗിലെ കാർഗോ ലക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പേരും കൂടി ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ ഇറാൻ്റെ വ്യോമ മേഖല ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പോൾ ലക്സംബർഗ് പൂർണ്ണമായിട്ടും അടഞ്ഞുപോയി. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ കാർഗോ മാനിഫെസ്റ്റിൽ ഇത് പറയാറുണ്ട്, പക്ഷെ കാർഗോ മാനിഫെസ്റ്റ് പരസ്യപ്പെടുത്താറില്ല. അപകടം പിടിച്ച സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഓപ്പറേറ്റർ, പിന്നെ ഹാൻഡ്ലിംഗ് ഏജൻറ്റ് ഇവരോട് പറയണം. പക്ഷെ പറയുമ്പോൾ ശരിക്കുള്ള സാധനം പറയണമെന്ന് നിർബന്ധമില്ല. തെറ്റായ എന്തെങ്കിലും ലഡ്ഡു കൊണ്ടുപോവാണെന്നോ മറ്റോ പറഞ്ഞാലും ഇത് കേൾക്കുക നിർവാഹമുള്ളൂ. ചൈന അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ സാധാരണ ചരക്കായിട്ട് ആയുധം അയക്കാൻ മുമ്പും, സാധാരണ ചരക്കെന്ന മട്ടിൽ ആയുധം മുമ്പും ചൈന അയക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡ്രോണിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വിൻഡ് ടർബൈൻ്റെ ഭാഗങ്ങളാണെന്ന് പറഞ്ഞിട്ട് ചൈന ഒരിക്കൽ അയച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ പരിപാടികളും ചൈന ചെയ്യാറുണ്ട്. എന്തായാലും ചൈനയുടെ ആയുധങ്ങൾ ഇറാനിലെത്തി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.